പറയാൻ പോകുന്ന കഥ ദേവന്മാർ എങ്ങനെയാണ് മരങ്ങളായി മാറിയത് എന്നാണ്. മരുത് മരങ്ങളായിട്ടാണ് അവർ മാറിയത്. അതായത് ഈ രണ്ട് ദേവന്മാരും അവരുടെ ഭാര്യമാരും ഗംഗാതീരത്ത് നല്ല സന്തോഷത്തോടു കൂടി കളിച്ച് കുളിച്ചൊക്കെ നടക്കാറുണ്ട്. ആ നേരത്താണ് നമ്മുടെ നാരദ മുനിയുടെ വരവ്. നാരദ മുനി ആകാശത്ത് നിന്ന് നോക്കുമ്പോൾ ഇവർ ഭയങ്കര കുളിയും കളിയും ഒക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കണം. ആ സമയത്ത് എന്തുണ്ടായെന്ന് വിചാരിച്ചാൽ നാരദമുനി വിചാരിക്കും ഇവർ രണ്ടാളും നല്ല ദേവന്മാരാണല്ലോ, എന്നാലും ഇവരൊന്ന് ശപിച്ചിട്ടുള്ള കാര്യമുള്ളൂ എന്ന് വിചാരിച്ചിട്ട് അങ്ങോര് നേരെ ചോട്ടിലേക്ക് വന്നപ്പോൾ ഈ ദേവിമാർ രണ്ടാളും ഡ്രസ്സൊക്കെ എടുത്തുകൊണ്ട് ഓടി കാട്ടിലേക്ക് മറിഞ്ഞു. അതേസമയം ഈ ദേവന്മാർ ഇങ്ങോരെ ശ്രദ്ധിച്ചേ ഇല്ല. ആ സമയത്ത് ഇങ്ങോര് ശപിക്കാണ്. ആര്? നമ്മുടെ നാരദമുനി ശപിക്കാണ്, നിങ്ങൾ രണ്ട് മരുത് മരങ്ങളായി പോവുക, അതായത് കൃഷ്ണൻ്റെ കാലത്ത് നിങ്ങൾക്ക് മോക്ഷം കിട്ടും എന്ന് പറഞ്ഞ് അവരെ അനുഗ്രഹിക്കുകയും ചെയ്തു. അങ്ങനെ ശ്രീകൃഷ്ണൻ ഒരു വിധം നടന്നു തുടങ്ങുമ്പോൾ കുറുമ്പ് കാട്ടിയപ്പോൾ എന്ത് ചെയ്തു? ഓരലും അമ്മ കെട്ടിയിട്ടു. അപ്പം നോക്കുമ്പോഴാണ് ഈ മരുത് മരങ്ങൾ നിൽക്കുന്നത് കാണുന്നത്. അതേസമയം ഓടി വന്ന് ഈ ഓരലടക്കം ഓടി ആ കനത്തിൻ്റെ ഈണത്തിൽ ഈ മരത്തിനെ തട്ടിയിടാണ് ചെയ്യുന്നത്. തട്ടിയിട്ട് അവർക്ക് മോക്ഷം കൊടുക്കണം. ആ രണ്ട് ദേവന്മാർക്ക് മോക്ഷം കൊടുത്തു. അങ്ങനെ ചെയ്യണ നേരത്ത് ഗോപിമാരും ഇത് പെട്ടെന്ന് എന്തോ ഉണ്ടായി, മരം കൂട്ടി തട്ടിയിട്ടെന്ന് തന്നെ അമ്മയുണ്ടോ വിശ്വസിക്കുന്നത്. പക്ഷെ മരം രണ്ടും മറഞ്ഞു കിടക്കുന്നതാണ് കാണുന്നത്. അപ്പോൾ ആ സമയത്ത് ഭഗവാൻ അവർക്ക് രണ്ടാൾക്ക് അനുഗ്രഹം കൊടുത്തു. അവർ തിരിച്ച് ദേവലോകത്തേക്ക് എത്തുകയാണ് ചെയ്തത്. ഇതാണ് ഇന്നത്തെ കഥ. എൻ്റെ പേര് അനിത ശങ്കരനാരായണൻ. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക.